പൂർവിക സാന്നിധ്യം ഈ പൂജയ്ക്ക് ആവശ്യമാണ്. പൂർവികരെ ക്ഷണിച്ചു വരുത്താൻ പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായോ? ഗായത്രി ദേവിയുടെ ആത്മാവിനെ ഇവിടെ വിളിച്ചു വരുത്തി ഈ കളത്തിൽ പ്രവേശിപ്പിച്ച് ആ മുകളിൽ കാണുന്ന ഭസ്മം ആ ആത്മാവിന്റെ മേൽപോട്ടിട്ട് സ്വാമി അവരെ നശിപ്പിക്കും. അതിനുള്ള അടവാണിത്. സ്വാമിജി അതെന്നോട് പറഞ്ഞിരുന്നു. വിശാലിന്റെ കൺമുന്നിൽ വെച്ച് ഗായത്രി ദേവിയുടെ ആത്മാവ് വായുവിൽ ലയിക്കും. സംഗതി എപ്പടി മോളെ, ഇത് സത്യമാണോ? സത്യം. ഈ ചാൻസ് ആന്റി യൂട്ടിലൈസ് ചെയ്തോ? എന്താ, കൊള്ളില്ലേ? ഇനി പൂർവികരെ സ്മരിച്ചോളൂ. എന്നിട്ട് ഞാൻ പറയുന്ന വിധം അവരിവിടേക്ക് ക്ഷണിച്ചു വരുത്തൂ. ഓരോരുത്തരായി ചെയ്താൽ മതി. ആദ്യം നിങ്ങൾ സ്മരിച്ചോളൂ. ശരി സ്വാമി. അമ്മയുടെ സാന്നിധ്യം ഈ പൂജയിൽ ആവശ്യമാണ്. അമ്മ വന്ന ഈ പൂജയിൽ പങ്കെടുത്ത് ഞങ്ങൾ അനുഗ്രഹിക്കണം. അമ്മ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണം. എത്രയും പെട്ടെന്ന് പൂജയിൽ അമ്മ വരണേ. അമ്മേ, വിശാൽ സർ, ദേവമ്മ വന്നു. മുന്നിലുണ്ട്. പാർവതി, അമ്മ എവിടെ? ഇവിടെ ഇവിടെ നിപ്പുണ്ട്. ആന്റി അവളെ വിളിച്ച് പുറത്തു കൊണ്ടുപോയി ഒപ്പിടിക്ക. ഇല്ലെങ്കിൽ ഗായത്രി ദേവിയുടെ ആത്മാവിനെ ഇല്ലായ്മ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്ത. പാർവതി, അമ്മ എന്നെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട് വിശാൽ സർ.